ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ ആദ്യം വീട് നന്നാക്കുക, എന്നിട്ട് നാട് നന്നാക്കണം. എങ്ങനെയാണ് മക്കളെ? ഞാൻ വിഷ്ണുട്ടന്റെ മേൽ ഉദ്യോഗസ്ഥയാണെന്ന കാര്യം വിഷ്ണുട്ടൻ മറക്കരുത്. അയ്യേ, മേലുദ്യോഗസ്ഥയെ അതൊക്കെ അവിടെ. വിഷ്ണുവിന്റെ വാടക വീട്ടിലെ നാളെ പിറന്നാൾ സദ്യ ഒരുക്കുവാന്ന്. നമ്മൾ കണ്ട് ചെല്ലണമെന്നേ അവൻ പിള്ളേ ചട്ടം കെട്ടി പറഞ്ഞു വിട്ടേക്കുവാ. പിറന്നാളുകാരൻ്റെ ഒപ്പം ഇരുന്നേ നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാം. നേരിട്ട് അവന് വന്നേ വിളിക്കാൻ ഒരു മടിയുണ്ട്. അല്ല, ഇനിയിപ്പം ഭാമ എങ്ങനെ പെരുമാറുമെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഞാനേ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവന്റെ ഭാര്യ ഒരുക്കുന്ന പിറന്നാൾ സദ്യ ഉണ്ണണം, അല്ലേ? രാഘവേട്ട, എങ്ങനെ രാഘവേട്ടൻ എന്നോട് ഇത് പറയാൻ തോന്നി? ഭാമയെ കുറിച്ച് രാഘവേട്ടൻ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ? ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞതല്ലേ, എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നാണോ? അതോ ഈ അവസ്ഥ കണ്ട് ഞാൻ സ്വയം നീറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? എന്തായാലും ശരി, സത്യഭാമയ്ക്ക് അന്നും ഇന്നും ഒറ്റ വാക്കേ ഉള്ളൂ. പട്ടിണി കിടന്ന് ചത്താലും അവളുടെ അടിമച്ചോറ് തിന്നാൻ ഈ സത്യഭാമയെ കിട്ടില്ല. പിള്ളേ, മേലാൽ ഇതുപോലുള്ള അവന്റെ വക്കാലത്ത് കൊണ്ട് വന്ന ആദ്യം ഇവിടുന്ന് പുറത്താകുന്നത് താനായിരിക്കും. അവനിപ്പോഴേ അമ്മയുടെ വാക്കിനല്ല വില, കളക്ടറുടെ വാക്കിനാ. ആ തന്തയില്ലാത്ത കൊച്ചിന് തന്തയാകാൻ വേണ്ടിയല്ലേ അവനിപ്പോ ഒന്നിച്ചു പോയി അവളുടെ കൂടെ താമസിക്കുന്നത്. താമസിക്കട്ടെ, താമസിക്കട്ടെ. നാണവും മാനവും വിറ്റ് ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവര് അങ്ങനെ പലതും കാണിക്കും. അതിനൊപ്പം തുള്ളാനൊന്നും ഈ സത്യഭാമയെ കിട്ടില്ല. എടോ, അതിന് താനിങ്ങനെ ഇടന്ന് ഒച്ച വെക്കത്തിലാണോ? അവൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു, അത് പിള്ളി ഇവിടെ ഒന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമല്ലേ, പോകണ്ട, അത്രയുള്ള കാര്യം. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറയുന്നതിന് നമുക്ക് എതിരിക്കാക്കത്തില്ലല്ലോ. രാഘവേട്ട, അവർക്കൊക്കെ മാത്രമുള്ളോ ആഗ്രഹം? അവനെ പ്രസവിച്ച അവന്റെ തള്ളയുടെ ആഗ്രഹങ്ങളൊന്നും അവനെന്താ ഓർക്കാൻ കഴിയുന്നില്ലേ? അവന്റെ ആദ്യത്തെ പിറന്നാൾ മുതല് പുത്തൻ ഉടുപ്പിടിപ്പിച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ആയുസ് നീട്ടിത്തരണേന്നും മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന, മുടങ്ങാതെ കഴിഞ്ഞ പിറന്നാൾ വരെ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്താ അവൻ ഓർക്കാതെ പോയത്? എന്റെ ഈ വീട്ടിൽ ഞാൻ പതിവ് പോലെ കഞ്ഞിയും കറിയും വെക്കും. അതെ, കഴിക്കാൻ താല്പര്യമുള്ളവര് കഴിച്ചാ മതി, അല്ലാത്തവരൊക്കെ പട്ടിണി കിടക്കും. ഒരാഘോഷം ഇവിടെ ഉണ്ടാവില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അവനെ എനിക്കിനി വേണ്ട. അവന്റെ പിറന്നോളം ഞാൻ ഇനി ആഘോഷിക്കുന്നില്ല. എന്റെ കൂടെ നിൽക്കുന്നവരും പിള്ളേ, ഇതെവിടെങ്കിലും എടുത്തോണ്ടെന്ന് ഒതുക്കി നോക്ക്. നാളെ സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം. പൊന്നി, ഇതകത്തോട്ട് വെച്ചേ. പറഞ്ഞു നോക്കിയിട്ട് കാര്യമുണ്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും ശ്രമിച്ചു നോക്കാം. ആ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക. അവരോടൊക്കെ ഇനി എന്തു പറയും? ഛേ, നിങ്ങക്ക് വായിക്കാനൊന്നുമില്ലേ? വായിച്ചത് കഴിഞ്ഞു, ഹോംവർക്ക് എഴുതി കഴിഞ്ഞു. എന്നാ പോയി കഴിച്ചിട്ട് കയറി കിടക്കാൻ നോക്ക്. കഴിക്കാനാ വന്നത്. ദേ, അച്ഛനവിടെ ഉണ്ടാവും. അച്ഛൻ്റെ അടുത്ത് പോയി ചോറ് എടുത്തു തരാൻ പറ. ഞങ്ങൾക്കിന്ന് അമ്മ ചോറ് വാരി തന്നാ മതി. അയ്യോ, അതൊന്നും പറ്റില്ല. ദേ, ഈ ഫയല് മുഴുവൻ അമ്മയ്ക്ക് നോക്കി ക്ലിയർ ആക്കി നാളെ കൊണ്ടുപോകാനുള്ളതാ. അതെ, അച്ഛൻ്റെ അടുത്ത് വാരി തരാൻ പറ. ഞങ്ങൾക്ക് ഇന്ന് ചേച്ചിയമ്മ വാരി തന്നാ മതി ഭക്ഷണം, എന്നാലേ ഞങ്ങള് കഴിക്കൂ. പപ്പി,
ദേ നിർബന്ധം പിടിക്കല്ലേ. ചെന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഹാ, രണ്ടുപേരും എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചെല്ല്. ഇല്ല, ഞങ്ങള് സമ്മതിക്കില്ല. ഞങ്ങൾക്കിന്ന് അമ്മ തന്നെ വാരി തന്നാ മതി, അമ്മ തന്നെ വാരി തന്നാ മതി. ചേടാ, ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, ആ എന്താ? ഒന്നിങ്ങി വന്നേ. ആ അതെ വരുന്നു. അപ്പ അമ്മ വാരി തരില്ല അല്ലേ? എന്താ 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 പ്രശ്നം എന്താ? വിഷ്ണുവേട്ടാ, ദേ ഇവര് വെറുതെ ആവശ്യമില്ലാതെ നിർബന്ധം പിടിക്കാം. ചോറ് ഞാൻ തന്നെ വാരി കൊടുക്കണോന്നു. ദേ ഇത് കണ്ടോ, ഇത് മുഴുവൻ നോക്കാതെ എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. അതാ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. അപ്പോഴതേ ഒരു ചോറ് വാരി കൊടുക്കാൻ പറയുന്ന. വിഷ്ണുയുടെ രണ്ടുപേരെയും കൊണ്ടുപോയി ചോറ് വാരി കൊടുക്കയോ അല്ലെങ്കിൽ കിടത്താൻ നോക്കിയോ എന്തെങ്കിലും ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹം ആരോട് അമ്മ പറയാ? എന്റെ അമ്മ അടുത്തില്ലാത്തോണ്ടല്ലേ ഞാൻ ചേച്ചിയമ്മ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ശാലിനി ശാലിനി, പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് മതി ബാക്കി ഫയൽ നോക്കല്. വിഷ്ണുട്ട, ഇതൊക്കെ നാളെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടെന്നാണോ വിഷ്ണുട്ടൻ പറയുന്നത്? കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് മതി ഈ ജോലി കാര്യങ്ങളൊക്കെ. അതെ, ജോലി ഉത്തരവാദിത്തമൊക്കെ അവിടെ. ഇത് വീട്. ഇവിടെ ഇവിടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായ? അത് ചെയ്ത് കാണിക്ക്. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ ആദ്യം വീട് നന്നാക്കുക, എന്നിട്ട് നാട് നന്നാക്കണം. എങ്ങനെയാണ് മക്കളെ? ഞാൻ വിഷ്ണുട്ടന്റെ മേൽ ഉദ്യോഗസ്ഥയാണെന്ന കാര്യം വിഷ്ണുട്ടൻ മറക്കരുത്. അയ്യേ, മേലുദ്യോഗസ്ഥയെ അതൊക്കെ അവിടെ. ഇവിടെ ഞാൻ അല്ല, ഞങ്ങളാ രാജാക്കന്മാര്, മനസ്സിലായ? ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചേക്കണം കേട്ടാ. അതായത് ഈ വീട്ടില് ഞങ്ങൾ പറയുന്നത് കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവളാ നീ, മനസ്സിലായ? അതായത് അമ്മ കൈയെടുക്കണം. ശബ്ദം പോലെ ഉയർത്താനേ ഞങ്ങളുടെ 3 പേര് അനുവാദം വേണം. എന്ന് വെച്ചാ ഈ വീട്ടില് ഞങ്ങളാണ് കളക്ടർ. എഴുന്നേക്ക് 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 എഴുന്നേക്കാൻ. എഴുന്നേക്കടി. ഫയല് മടക്കി വെച്ചു. നാളെ പരീക്ഷ ഒന്നും അതെ, ഫയല് മടക്കി വെച്ചില്ലെങ്കിൽ കിച്ചണിൽ പോ. കിച്ചണിലോ പോവാൻ. മനുഷ്യനെ നാണം കെടുത്തല്ല. എന്ന് വെച്ചാ നാണം കെടുത്തു ഞാൻ. ആ അങ്ങനെ വഴിക്കുവാ. ചെല്ല്. Come on. ഭക്ഷണം ഇരുന്നോ.